ഇനി നാളെ വെയിറ്റ് ചെയ്യാണ്, ടിക്കറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്നുണ്ട്. അപ്പം എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഒരു ഇത് വന്നില്ല, എനിക്ക് വന്നില്ല പേഴ്സണലി. അതൊരു ചെറിയ പടമല്ലേ, ചെറുതായിട്ടാണ് ചെറുത്, അത് തന്നെ വളരെ ചെറുതായിപ്പോയി. പറഞ്ഞു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് സിനിമയെ കാണുന്ന ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. എമ്പുരാന്റെ മുന്നിൽ ലിയോ മുട്ടുമടങ്ങും എന്തായാലും അത് കണ്ട് തന്നെ അതെനിക്ക് ഞാൻ പറഞ്ഞില്ല ബ്രോ, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകത്തെ ലൂസിഫർ ഇന്ന് റിലീസ് വന്നിരിക്കുകയാണ്. അതും എമ്പുരാൻ റിലീസാവുന്നതിനനുബന്ധിച്ച് റിലീസ് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ഈ സിനിമയുടെ പ്രേക്ഷകർ ചോദിക്കേണ്ട ആവശ്യമില്ല സിനിമ എങ്ങനെ ഉണ്ടെന്ന്, എന്നാലും സിനിമ കണ്ട ഒരു എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. കൂടാതെ എമ്പുരാൻ ട്രെയിലർ വന്നിട്ടുണ്ട്, ട്രെയിലറിൻ്റെ ഒരു എക്സ്പെക്ടേഷനും ട്രെയിലർ എങ്ങനെ ഉണ്ടെന്നും കൂടി ചോദിച്ചു നോക്കാം. സൂപ്പറായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ എമ്പുരാന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇത് ലൂസിഫറിനെക്കാട്ടിയും പൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എമ്പുരാൻ ട്രെയിലർ കണ്ടായിരുന്നു? കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് കണ്ടപ്പോൾ? നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഇനി നാളെ വെയിറ്റ് ചെയ്യാണ്, ടിക്കറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്നുണ്ട്. നൈസ് പടമായിരുന്നു, അറിയാമല്ലോ. വീണ്ടും കണ്ടപ്പോൾ ആ ഒരു ഗൂസ് ബംസ് ഇപ്പോഴും ഉണ്ട്. അടുത്ത എമ്പുരാൻ കാണാനുള്ള അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വെയിറ്റിംഗ്. എമ്പുരാൻ ട്രെയിലർ കണ്ടായിരുന്നോ? പിന്നെ എങ്ങനെയുണ്ട് ട്രെയിലർ? എങ്ങനെയുണ്ട്? സൂപ്പർ ട്രെയിലറല്ലേ, അതിലുള്ള ആ ഒരു വിഷ്വൽസ് ആയാലും അതൊക്കെ നൈസ് വിഷ്വൽസ് ആണ്. അതൊക്കെ അതൊരു ചെറിയ പടമല്ലേ, ചെറുതായിട്ടാണ് ചെറുത്, അത് തന്നെ വളരെ ചെറുതായിപ്പോയി. പുതുമയുണ്ട്, ഒരു പുതിയ സിനിമ കണ്ട ഫീൽ തന്നെ ഉണ്ട്. അതെ. എമ്പുരാൻ ട്രെയിലർ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ട്രെയിലർ? നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് സിനിമയെ കാണുന്ന ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ലൂസിഫറിനെ കണ്ടപ്പോൾ സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ ഈ തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് ഡേ കണ്ടതാണ്. അപ്പോൾ സന്തോഷം ഇപ്പം സ്റ്റീഫനെ കാണാൻ പറ്റിയതിൽ കുറേ നാളുകൾക്ക് ശേഷം കണ്ടത് സന്തോഷം. രണ്ടാമത് കണ്ടപ്പോൾ ഒരു പുതിയ സിനിമ കാണുന്ന ഫീൽ ഉണ്ടോ? ഉണ്ട്. അത് പ്രിൻ്റാണല്ലോ കണ്ടു. എമ്പുരാന് ടിക്കറ്റ് കിട്ടിയില്ല, സങ്കടത്തിരിക്കുകയാണ്. അപ്പം ഈ എമ്പുരാൻ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. ട്രെയിലർ നൈസാണ്. എന്താണ് പ്രതീക്ഷ? ലാലേട്ടൻ പ്ലസ് പൃഥ്വിരാജ് സംഭവം തന്നെ ആയിരിക്കും. ലിയോ റെക്കോർഡ് പൊട്ടെന്ന് പറയുന്നുണ്ട്, എന്ത് തോന്നുന്നു കണ്ടിട്ട്? വരുന്ന വരവിൽ പൊട്ടോ? ഒരു എന്താണെന്ന് അറിയണേ. ഇപ്പോഴത്തെ പ്രീസെയിൽ തന്നെ ഇപ്പം അങ്ങോട്ടൊക്കെ നല്ല അടിച്ച് തൂക്കണുണ്ട്. ഇനി ഇവിടുത്തെ നാളെയല്ലേ ബുക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ നാളെ കാണുമ്പോൾ അറിയാം എന്തായിരിക്കും സംഭവിക്കുന്നത്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അതിപ്പോൾ ഇപ്പോഴത്തെ പോക്കനുസരിച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. എമ്പുരാൻ്റെ മുന്നിൽ ലിയോ മുട്ടുമടങ്ങും എന്തായാലും. അത് കണ്ട് തന്നെ അതെനിക്ക് ഞാൻ പറഞ്ഞില്ല ബ്രോ, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. നാളത്തെ ഇവിടുത്തെ ഇന്ത്യൻ നാളെയാണ് ബുക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. ലൂസിഫർ നമ്മളിപ്പോൾ എത്രയോ തവണ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത ഇനിയിപ്പോൾ എമ്പുരാൻ വരെയല്ലേ, എമ്പുരാൻ ഇനിയിപ്പോൾ 27-ാം തീയതി കാണാനുള്ള ഒരു ആവശ്യത്തിലാണ്. ഇത് ഇറങ്ങിയ സമയത്ത് ഒരു 8-10 പ്രാവശ്യം കണ്ട പടവും കൂടിയാണ്. അപ്പോൾ ഇനി ലാലേട്ടനെ അടുത്ത തമ്പുരാനായിട്ട് കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അടിപൊളി സിനിമ, ഒന്നും പറയല്ലോ. പിന്നെ റിലീസ് ആയതുകൊണ്ട് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വീണ്ടും കണ്ടപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു? അത് സൂപ്പറായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ കാണാൻ പറ്റില്ല, തിയേറ്ററിൽ കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടെ കാണാൻ. തിയേറ്ററിൽ ആ ഒരു ഓളമൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ട്, ഫുള്ളുണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ അറിയാമെന്നല്ലേ. എമ്പുരാൻ ട്രെയിലർ കണ്ടായിരുന്നു? ട്രെയിലർ കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ബ്രോ? സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എന്തൊരു പ്രതീക്ഷ അതിൽ? പ്രതീക്ഷ ഉണ്ട്. ഇതിപ്പം കുറേ ആക്ടേഴ്സ്, പുതിയതായിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, ഫോറിൻ ആക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് കുറച്ചായിട്ടൊന്ന് ഹൈപ്പാക്കി കയറ്റി വെച്ചിരിക്കുന്നത്. അത് തന്നെ സിനിമയിൽ അതിനാണ്. BGM ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? BGM ഒക്കെ കൊള്ളാം. അപ്പോൾ പുതിയ പാട്ടൊക്കെ ഇനിയിപ്പോൾ ഫുള്ളായിട്ട് വന്നാലേ അറിയാൻ പറ്റും. OST ഒക്കെ ഇറങ്ങിയാലേ. ട്രെയിലർ കൊള്ളായിരുന്നു. ഇനിയിപ്പോൾ എമ്പുരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. നാളെ ടിക്കറ്റ് വരും, അതുകൊണ്ട് എന്തായാലും വെയിറ്റിംഗ് ആണ്. ഫാൻ ഷോ കണ്ട ഫീൽ കേട്ടാ, ഭയങ്കര തിയേറ്റർ റെസ്പോൺസ് ആയിരുന്നു. ഫാൻ ഷോ കണ്ട ഫീല് പക്ക ഫ്രഷ് കണക്ക് തന്നെ. ഐ മീൻ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു പടത്തിനെ കണക്ക് നൈസായിട്ട് നല്ല കിട്ടില്ല. എമ്പുരാൻ ട്രെയിലർ കണ്ടായിരുന്നോ? ട്രെയിലർ കണ്ടു. എങ്ങനെയുണ്ട് കണ്ടപ്പം? എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഒരു ഇത് വന്നില്ല, എനിക്ക് വന്നില്ല പേഴ്സണലി. എനിക്കൊരു ഹിന്ദി ഫിലിമിൻ്റെ ഒരു ഫീൽ അടിച്ചു. ഹിന്ദിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു മാസ് മസാല എലമെന്റ് പോലെ. ഇപ്പോൾ പടം കണ്ടിട്ടേ പറയാൻ പറ്റും. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ കാണാൻ പറ്റി. എമ്പുരാൻ നെക്സ്റ്റ് വീക്ക് ഇറങ്ങുകയാണല്ലോ, അപ്പോൾ അതിന് മുമ്പ് ഒരു ടച്ച് പോലെ. എമ്പുരാൻ ട്രെയിലർ കണ്ടായിരുന്നു? കണ്ടുണ്ട്, ഗംഭീരമായിരുന്നു. എങ്ങനെയുണ്ട് ട്രെയിലർ? സൂപ്പറായിരുന്നു, നല്ല ഹൈ ക്വാളിറ്റി ട്രെയിലറാണ്, ഗംഭീരമായിട്ടുണ്ട്. ഒരു ചെറിയ സിനിമ ട്രെയിലർ പോലെ തോന്നിയായിരുന്നു? ഇല്ല, നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പൃഥ്വിരാജിനെ സംബന്ധിച്ച് ചെറിയ പടമായിരിക്കും, കാരണം അദ്ദേഹത്തിന് ഇതിനേക്കാളും വലുതായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. എടുത്തു പറയാൻ എന്താ ട്രെയിലറിൽ ഇഷ്ടപ്പെട്ടത്? ഓക്കെ, ട്രെയിലർ എങ്ങനെ? ട്രെയിലർ ഇഷ്ടപ്പെട്ടായിരുന്നോ? മൊബൈലിൽ കണ്ടോ? എങ്ങനെയുണ്ട് ട്രെയിലർ? എങ്ങനെയുണ്ട്? വേറെ ലെവൽ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാമത് തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ ഇത് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ആണ്. എമ്പുരാൻ കാണുന്നുണ്ടോ? എമ്പുരാൻ കാണുന്നുണ്ട്. ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്തു? ഇല്ല, ബുക്ക് ചെയ്തില്ല. എമ്പുരാൻ ട്രെയിലർ കണ്ടായിരുന്നു? കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ട്രെയിലർ? ഇല്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒട്ടും പ്രതീക്ഷയില്ല ഇത്ര വരും. എമ്പുരാൻ കാണുന്നതിന് മുന്നേ ലൂസിഫർ ഒന്നും കൂടെ കണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫ്ലോയിൽ സിനിമ കാണാൻ പറ്റും.
സിനിമ ആകുമ്പോൾ നമുക്ക് എന്നും കണ്ടന്റുമായി വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്കൊരു ആവേശമാണ്. പിന്നെ രാജുവേട്ടൻ്റെ ഡയറക്ഷനും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല. പടം തുടങ്ങുന്നതിന് മുന്നേ ഈ എമ്പുരാൻ്റെ ട്രെയിലർ ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വേറെ ഒന്നും പറയാനില്ല. 27-ാം തീയതി ഫസ്റ്റ് ഷോയ്ക്ക് 6 മണിക്കൂർ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുകൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി റെക്കോർഡുകൾ തിരുത്തി കൊടുക്കും എന്നുള്ള കാര്യം. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്ത് ബുക്കിംഗ് ആണ് ഫസ്റ്റ് എമ്പുരാൻ ട്രെയിലർ കണ്ടായിരുന്നു? ഇല്ല, പോയിട്ടില്ല. അല്ല മൊബൈലിൽ കണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു.